ഹലോ, നിങ്ങൾക്ക് CM ടൂൾ ലഭിച്ചിട്ടില്ല? ഇതുവരെ CM ടൂൾ ലഭിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെടുത്ത് പറയട്ടെ. നിങ്ങളുടെ പ്രൊഫൈലിൽ ചെയ്ത് നോക്കുമോ? ഒരു 6 മാസം ആക്റ്റീവായി എനിക്ക് 4ാമത്തെ മാസം CM ടൂൾ കിട്ടി. ആ CM ടൂൾ കിട്ടാനായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി, കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, അതായത് പ്രൊഫൈൽ സ്റ്റാറ്റസ് ഒക്കെ പ്രൊഫൈലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടോ നോക്കി. കാരണം ആ ഇഷ്യൂ എങ്ങനെ ഉണ്ടോന്നോ എങ്ങനെ നോക്കാന്ന് വെച്ചാൽ ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇഷ്യൂസൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. മാത്രമല്ല, നമ്മുടെ ഫീഡിൽ വരെ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ, അതായത് റീലാവാം, മറ്റുള്ളവരുടെ റീലാവാം, ടെക്സ്റ്റ് ആവാം, ഫോട്ടോസ് ആവാം, ഇതിനൊക്കെ നമ്മൾ ലൈക്കും കമൻറ്റും ചെയ്യുക. പറ്റാമെന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്യാം. സ്റ്റിക്കർ കമൻറ്റുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ലൈവ് പോവുക. ആഴ്ചയിൽ ഒരു 2 ലൈവെങ്കിലും കുറഞ്ഞത് പോവുക. ലൈവ് ഇടയ്ക്ക് 2 പ്രാവശ്യമെങ്കിലും പോവുക ആഴ്ചയിൽ. പിന്നെ മാത്രമല്ല, വയലേഷൻ നിറഞ്ഞ വീഡിയോസ് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക. ഈ വെട്ട്, കുത്ത്, കൊലപാതകങ്ങളും അങ്ങനത്തെ പരമാവധി അങ്ങനത്തെ ഇതൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക. പിന്നെ നമ്മുടെ ഓൺ വോയിസിൽ കാര്യങ്ങൾ പറയാം. ഈ പാട്ട് കയറ്റിയിട്ടുള്ള വീഡിയോസിന് നല്ലത് ഓൺ വോയിസ് പോവുക. പാട്ട് കയറ്റിയിട്ടുള്ളത് നമ്മൾ CM ടൂൾ ഓൺ ആയി കഴിഞ്ഞാൽ ഈ പാട്ട് കയറ്റിയിട്ട വീഡിയോസൊക്കെ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി പാട്ട് കയറ്റാണ്ടുള്ള വീഡിയോസ് മാത്രമല്ല, നിങ്ങൾ ഓൺ വോയിസ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓൺ വോയിസിൽ കാര്യങ്ങൾ പറഞ്ഞ് ഉള്ള വീഡിയോസ് ഇടാം. അത് നിങ്ങൾക്ക് CM ടൂൾ ലഭിക്കാൻ വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗം കൂടിയാണ്. ഈ പാട്ട് കയറ്റിയുള്ള വീഡിയോസ് പരമാവധി ഒഴിവാക്കുക. കാരണം അതിലൊന്നും CM ടൂൾ കിട്ടാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. നല്ല വ്യൂസൊക്കെ കിട്ടും, വ്യൂസും കിട്ടും, നല്ല കമൻറ്റൊക്കെ കിട്ടും. പക്ഷേ അതിനെങ്കിലും നല്ല നിങ്ങളുടെ ഓൺ വോയിസിൽ കാര്യങ്ങൾ പറഞ്ഞ് പോവാം. പിന്നെ മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫൈൽ സ്റ്റാറ്റസിൻ്റെ ഹെൽത്തില്ലേ, അതിൻ്റെ ഈ ഇഷ്യൂസ് എങ്ങനെ നോക്കാമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. മാത്രമല്ല, നിങ്ങൾ ഈ അതിനായിട്ട് ഇടയ്ക്കൊന്ന് ചാറ്റിങ് ചെയ്യുക. അതായത് നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഒറിജിനലാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതാണ്, വേറെ അവിടെ നിന്ന് കോപ്പി അടിച്ച് കൊണ്ടുവരുന്ന സംഭവം ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ AI എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ, അവരിട്ടൊന്ന് ചാറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കിതൊരു മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല. എന്താണ് ഇതിന് മുന്നോട്ട് പോകേണ്ടത്, ഞാൻ ഇടുന്ന റീൽസൊക്കെ ഒറിജിനലാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ ചാറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയിട്ട് ഇത് ചെയ്യുക, ഇംഗ്ലീഷ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഇംഗ്ലീഷിലാക്കും. അപ്പോൾ അതിൽ കൊണ്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് പേസ്റ്റ് ചെയ്യുമ്പോൾ അവർ തിരിച്ച് റിപ്ലൈ തരും, മനസ്സിലായോ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരെടുത്ത് വെക്കുന്നത് നല്ലതാണ്. CM ടൂളിനൊക്കെ ഒരു ഉപകാരമാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുമ്പോൾ നല്ല ക്യാപ്ഷൻ കൊടുക്കുക, മനസ്സിലായോ? നല്ല ക്യാപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗും അങ്ങനത്തെ ചെറിയതല്ല, ഇത്തിരി ലെങ്ത് ആയിട്ടുള്ള ക്യാപ്ഷൻസൊക്കെ ഇടുക. അതിൻ്റെ ഇടയിൽ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാം. കുറേ ഹാഷ്ടാഗുകൾ ഇടുന്നത് നല്ലത്. ഒരു 5 ഹാഷ്ടാഗ് ആ ഇടുന്ന റീലിനോടോ ഫോട്ടോസിനോടോ ബന്ധപ്പെട്ട ഒരു 5 ഹാഷ്ടാഗ് ഇടുക, മനസ്സിലായി? അപ്പോൾ നമ്മുടെ വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും, മറ്റുള്ളവർക്ക് നന്നായിട്ട് റീച്ചായി എത്തുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഈ പ്രൊഫൈൽ ഇഷ്യൂയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അത് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ കോർണറിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയില്ല, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇതിലേക്ക് പോകും. അപ്പോൾ കോർണറിൽ കാണുന്ന 3 ഡോട്ട് കണ്ട, അതുമൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും പ്രൊഫൈൽ സ്റ്റാറ്റസ്, എഡിറ്റ്, ഹൈലൈറ്റ്. പ്രൊഫൈൽ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യാൻ അതിൽ ക്ലിക്ക് ചെയ്ത പ്രൊഫൈൽ ഇഷ്യൂവിൻ്റെ പേജിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ഇഷ്യൂസ് ഒന്നും ഇല്ല, അതാണ് ആ ഗ്രീൻ ടിക്ക് മാർക്ക്. ഇഷ്യൂസ് ഉള്ള പ്രൊഫൈൽ അല്ലെങ്കിൽ ഗ്രീനിന് പകരം യെല്ലോ ടിക്ക് മാർക്കിന് പകരം മൈനസ് ആയിരിക്കും കേട്ടോ. പിന്നെ അടിയിൽ കണ്ടില്ല റെക്കമെൻഡേഷൻ, മോണിറ്റൈസേഷൻ, മാർക്കറ്റ് പ്ലേസ്, ഇതൊക്കെ ആക്റ്റീവാണ്. അതായത് ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ആക്റ്റീവ് കാണിക്കുന്നത്. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കൂട്ടെ. അപ്പോൾ അതും അതിൻ്റെ അവിടെ ആരോ മാർക്ക് ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകട്ടെ. മുകൾ വശത്തായിട്ട് പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് എന്നാണ് അതിൻ്റെ വ്യൂ ഡീറ്റെയിൽസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ അറിയാൻ പറ്റും എന്താണ് ഇഷ്യൂസ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ കോപ്പിറൈറ്റ് എന്നാണ് കാണിക്കുന്നത്. ആ വീഡിയോ റിമൂവ് ചെയ്യുക, ഫേസ്ബുക്കിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് പോവുക. ഇങ്ങനെ ക്ലിയർ ചെയ്ത് മാത്രമേ നമുക്ക് CM ടൂൾ ലഭിക്കുള്ളൂ കേട്ടോ. ക്ലിയർ ചെയ്യാണ്ട് നമ്മൾ ഇത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ CM ടൂൾ ലഭിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടോ. നമ്മുടെ പ്രൊഫൈൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് CM ടൂൾ ലഭിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ. മാത്രമല്ല, നമ്മുടെ ഈ പ്രൊഫൈൽ വഴി ഫേസ്ബുക്ക് സംബന്ധമായ കാര്യങ്ങളും ഇനി വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോട്ടാ. മാത്രമല്ല, നിങ്ങൾക്ക് CM ടൂളൊക്കെ ലഭിക്കാനുള്ള ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടാ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.